കൊല്ലം ഉളിയങ്കോവിലെ ഫെബിനെ കൊലപ്പെടുത്തിയതിന് കാരണം സഹോദരി വിവാഹം ചെയ്ത് കൊടുക്കാത്തതിലെ രോഷം. തേജസ് യുവതിയെ ശല്യം ചെയ്യുന്നതിന് വിലക്കാണ് വൈരാഗ്യത്തിന് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ജീവനെടുക്കാനായിരുന്നു തേജസിന്റെ നീക്കം. വിവരങ്ങളുമായി കൊലപാതകം നടന്ന ഫെബിന്റെ വീട്ടിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് അവിടെ നിലവിലെ അവസ്ഥ? ദുർഗ, ഇന്നലെ നാടിനെ നടുക്കിയ കൊലപാതകം നടന്ന വീടിന് മുന്നിലാണ് ഞാനുള്ളത്. ഈ വീടിന്റെ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് എത്തി വീട്ടിലുണ്ടായിരുന്ന ഫെബിനെയും ഫെബിന്റെ പിതാവ് ജോർജിനെയും കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്നലെ നടന്നത്. അക്രമം നടത്തിയ തേജസ് രാജു ഇന്നലെ വൈകിട്ട് 6:30 ഈ വലിയൊരു അക്രമം നടത്തിയത്. വീട്ടിലേക്ക് മാരകായുധവും ഒപ്പം പെട്രോളുമായിട്ട് ഈ തേജസ് രാജു എത്തുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഫെബിൻ ഇറങ്ങി വരുന്നു. ഫെബിനെ കത്തി ഉപയോഗിച്ച് കുത്തുന്നു. ഫെബിന്റെ പിതാവ് ഈ സംഭവം കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിനും നേരെയും മൽപ്പിടുത്തം ഉണ്ടാവുകയും അദ്ദേഹത്തിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ഫെബിൻ ഈ കുത്തേറ്റ് നെഞ്ചിന് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ച് വീടിന് പുറത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്നു. വീടിന് 20 മീറ്റർ മാത്രം അകലെയുള്ള റോഡിന് സമീപത്ത് വെച്ച് ഫെബിൻ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് നാട്ടുകാർ ഓടിയെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണം സംഭവിക്കുകയുമായിരുന്നു. വീടിനുള്ളിൽ ഫെബിന്റെ പിതാവ് ജോർജും മാരകമായിട്ടുള്ള മുറിവേറ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ നാട്ടിലും നാട്ടുകാർക്കും പോലീസിനും ഇടയിൽ സംശയം ഉണ്ടായിരുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ആ കാരണം സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും ഇന്നലെ രാത്രി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അത് ഇങ്ങനെയാണ്. ഈ ഫെബിന്റെ സഹോദരിയും ഈ അക്രമം നടത്തിയ ആളും നേരത്തെ പരിചയത്തിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. നേരത്തെ അവർ സൗഹൃദത്തിലായിരുന്നു, ഒരുമിച്ച് പഠിച്ചതാണ്. ഈ സൗഹൃദം ചെറിയ അടുപ്പത്തിലേക്ക് പോവുകയും അത് വീട്ടിൽ അറിയിക്കുകയും പ്രണയം ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും അത് വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ ഇടപെട്ട വിവാഹത്തിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും വിവാഹം ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അതിനുശേഷം ഈ ഫെബിന്റെ സഹോദരി യുവതി ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഈ തേജസ് രാജുവുമായിട്ടുള്ള വിവാഹബന്ധത്തിന് താല്പര്യമില്ല എന്ന് ഫെബിന്റെ സഹോദരി വീട്ടുകാരെ അറിയിക്കുന്നു, തേജസിന്റെ വീട്ടുകാരെ അറിയിക്കുന്നു, തേജസിനെ അറിയിക്കുന്നു. പക്ഷേ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തേജസ് തയ്യാറാകുന്നില്ല. വിവാഹവുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യവുമായിട്ട് നിരന്തരം ഈ ഫെബിന്റെ വീട്ടുകാരെയും യുവതിയെയും സമീപിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഈ ഫെബിന്റെ സഹോദരിയുടെ യുവതിയുടെ വീട്ടുകാർ ഇടപെട്ട് നിരവധി തവണ തേജസ് രാജിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം, തങ്ങളുടെ മകൾക്ക് താല്പര്യമില്ലാത്ത വിവാഹവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അവർ നിരവധി തവണ തേജസ് രാജുവിനെയും ഒപ്പം തേജസിന്റെ വീട്ടുകാരെയും വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ തേജസ് നേരത്തെയും ഇവിടെ എത്തി സൃഷ്ടിച്ചിരുന്നു. വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലേക്കടക്കം തേജസ് എത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ വിവാഹത്തിൽ നിന്നും ഈ തേജസിനെ പിന്തിരിപ്പിച്ചതിലുള്ള പക, ഒരു വൈരാഗ്യം, ഈ പെൺകുട്ടിയോടും ഒപ്പം തന്നെ ഈ കുടുംബത്തോടുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബത്തെ അടക്കം ഉന്മൂലനം ചെയ്യുക, ഇവരോടുള്ള വൈരാഗ്യം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇന്ധനം, കയ്യിൽ മാരകായുധവും ഒപ്പം പെട്രോളുമായിട്ട് ഈ കുടുംബത്തിലേക്ക് എത്തുന്നത്. ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഇവിടെ വലിയ ഒരു അക്രമം നടത്താനുള്ള ശ്രമം ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. ഈ വീടിനുള്ളിലേക്കും ഇവരുടെ ദേഹത്തേക്കും അടക്കം പെട്രോൾ ഒഴിക്കുന്നതിനുള്ള നീക്കങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന്, ഈ അക്രമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ അങ്ങനെ പെട്രോൾ ഒഴിച്ച് വലിയ അക്രമത്തിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് കൊണ്ടാകാം അയാൾ ഇറങ്ങി ഓടിയതെന്നാണ് പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണ ഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന വിലയിരുത്തലുകൾ ഉള്ളത്. ഈ വീട്ടിൽ നിന്നും ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന് മുൻപിൽ നിന്നും രക്തം തളം കെട്ടിയ രക്തപ്പാടുകൾ പുരണ്ട ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വീടും പരിസരവും സമീപത്തെ റോഡുമെല്ലാം. ഈ ഭാഗത്തു നിന്നുമാണ് ഫെബിൻ പ്രാണരക്ഷാർത്ഥം
കൊടുത്തുകൊണ്ട് അതിനുശേഷം നെഞ്ചിൽ 3 തവണ ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചതിന് ശേഷം ഇവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് സമീപത്തുള്ള റോഡിലേക്കാണ് പ്രാണരക്ഷാർത്ഥം ഫെബിൻ ഇറങ്ങി ഓടുന്നത്. 20 മീറ്റർ മാത്രം അകലെയുള്ള റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഫെബിൻ കുഴഞ്ഞു വീഴുന്നു. അവിടെ സമീപത്ത് നാട്ടുകാർ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തെ ഫെബിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ പരിസരവാസികളടക്കം ഇന്നലെ എന്ന പോലെ തന്നെ ഇന്നും ഇവിടെ ഉണ്ട്. ആ നടുക്കത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ ഈ സമയത്ത് ഈ സംഭവം അറിഞ്ഞ് എപ്പോഴാണ്? മനോരമയുടെ സംഭവം അറിഞ്ഞതിന് ശേഷമാണോ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ള എന്താ ബന്ധമില്ല, പക്ഷെ ആരെയും പരിചയമില്ല. 4 പേരെ എനിക്ക് പരിചയമില്ല. പക്ഷെ ഞങ്ങളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ബന്ധവും വേറെ ഉണ്ട്. വോട്ട് പിടിക്കാൻ, പാർട്ടിക്കാരുടെ വോട്ട് പിടിക്കാനാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ല. വലിയ നാട്ടുകാരുമായിട്ടൊന്നും അടുപ്പില്ലാത്തൊരു കുടുംബമാണോ? എങ്ങനെയാണ് ഫെബിൻ്റെ കുടുംബം? അവർക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ പ്രശ്നക്കാർ അങ്ങനെ വലിയ മറ്റു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ആ കുത്തുകൊണ്ട് ഓടുന്ന രംഗം സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾ വളരെ ശുദ്ധരാ, ഫെബിൻ ഉൾപ്പെടെ എല്ലാവരും മിടുക്കം കുഞ്ഞുങ്ങളുമാണ്. മിടുക്ക് അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഉച്ചിപ്പോന്ന് സംസാരിക്കുന്ന ആളുകളല്ല. പിന്നെ ഇപ്പോൾ ഒരു 20 വർഷം ആയിട്ടുള്ള ഇവിടെ വീട് വെച്ചിട്ട്. അതിനു മുമ്പ് എവിടെയാണ് താമസിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതേപോലെ ഈ പയ്യൻ നീണ്ടകരയുള്ളതെന്നാണ് വാർത്ത. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ. ഈ പയ്യനൊന്നും നേരത്തെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടിട്ടില്ല. ഈ ഫെബിനെ പറ്റി നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. യാതൊരുവിധ പ്രശ്നങ്ങൾക്കോ വഴക്കുകൾക്കോ ഒന്നും പോകാത്ത ഒരു കുടുംബം, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലേക്കാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നത്. അത് നാട്ടുകാർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. നേരത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് നാട്ടുകാരെല്ലാം, ദൃക്സാക്ഷികളെല്ലാം, ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളുകളെല്ലാം പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി 6:30 ഫെബിൻ തേജസ് ആദ്യ സമയത്ത് ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ആളുകൾ ഉണ്ടോ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അക്രമം നടത്തിയ തേജസ് രാജ് ഈ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം തേജസ് തിരികെ മടങ്ങിപ്പോകുന്നു. 6:45 വീണ്ടും രണ്ടാമത് എത്തുന്നു. പർദ്ദ അണിഞ്ഞുകൊണ്ട് മുഖമടക്കം മറച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് എത്തുന്നത്. വാഗനർ കാറിലാണ്, വെള്ള കാറിലാണ് ഈ വീടിന് പരിസരത്തേക്ക് എത്തുന്നത്. 6:45 വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആദ്യം ഫെബിൻ ഇറങ്ങി വരുന്നു. ഫെബിന്റെ നെഞ്ചിലേക്ക് കത്തിക്കൊണ്ട് കൊത്തുന്നു. പുറത്തേക്ക് വരുന്ന ഫെബിന്റെ പിതാവ് ജോർജിനെയും കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. ജോർജിന്റെ കൈക്കാണ് മാരകമായിട്ടുള്ള മുറിവേറ്റത്. തുടർന്ന് 2 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഫെബിന്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോഴും ജോർജ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മരണപ്പെട്ട ഫെബിന്റെയും അക്രമം നടത്തി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ആളുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. 2 മൃതദേഹങ്ങളും ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കാനുള്ളത്. ഇന്നലെ ഇവിടെ നിന്ന് അക്രമം നടത്തി തൊട്ടു പുറകെ തന്നെ കാറിൽ, ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ അക്രമം നടത്തിയ വ്യക്തി. തൊട്ടടുത്ത സമയത്ത് തന്നെ ഇവിടെ നിന്ന് 20 മീറ്റർ മാറി നമ്മൾക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ ഭാഗത്ത് കുഴഞ്ഞു വീഴുകയാണ് ഫെബിൻ കുഴഞ്ഞു വീഴുന്നതിന് ശേഷം തന്നെ ഇയാൾ കാർ എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ ഒരു വൈദ്യുത തൂണിൽ ഈ കാർ ഇടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള കടപ്പാക്കട ഭാഗത്തേക്കാണ് ഇയാൾ കാറിൽ പോകുന്നത്. കടപ്പാക്കട ഭാഗത്തെ റെയിൽവേ പാളത്തിലേക്ക് ഇയാൾ ഇറങ്ങുന്നു. റെയിൽവേ പാളത്തിൽ 7:30 ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശരീരം ഛിന്ന ഭിന്നമായി പോയ ആളിനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് തേജസിന്റെ മൃതശരീരം അവിടെ റെയിൽവേ ട്രാക്കിൽ പിന്നീട് കണ്ടത്. ഇത് തേജസ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് പോലീസ്. ഈ വാഹനം, ഇവിടെ കൊലപാതകം നടത്തിയ വാഹനവും ഒപ്പം ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് കണ്ട വാഹനവും ഒന്നാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഈ വാഹനത്തിൽ നിന്നും തേജസിന്റെ പിതാവിന്റെ കൊല്ലം DCRBയിലെ ഗ്രേഡ് SI ആയിട്ടുള്ള രാജു എന്ന ആളുടെ മകനാണ് ഈ ആക്രമണം നടത്തിയ തേജസ് രാജ്. അദ്ദേഹത്തിന്റെ ഈ SIയുടെ ഫോൺ വിവരങ്ങളും മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ ഈ കാറിൽ നിന്ന്. കൊല്ലത്തെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. സഹോദരിയെ വിവാഹം ചെയ്യാൻ കഴിയാത്തതിൽ നിരാശ അത് വൈരാഗ്യമായി മാറുന്നു. അതിനുശേഷമാണ് പ്രതിയായ തേജസ് ഇവിടേക്ക് വരുന്നതും ഫെബിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതും ഫെബിനെ കൊലപ്പെടുത്തുന്നതും പിതാവിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും. പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്, അദ്ദേഹത്തിനും കുത്തേറ്റിട്ടുണ്ട്. ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ തുടരുകയാണ്. ട്രെയിനിന് മുന്നിലേക്ക് ചാടി മരിക്കുകയാണ്. അതെ.